ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇതിപ്പോ നോക്കൂ, ഇത് തെരഞ്ഞെടുപ്പ് വർഷം വരാനിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 10 മാസമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ മുഖ്യ ചർച്ചാ വിഷയം തന്നെ ഈ അയ്യപ്പനുമായി ബന്ധപ്പെട്ട, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് സർക്കാരിന്റെ മുൻകൈയിൽ മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയായി ഒരു അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അതിന്റെ അജണ്ടകൾക്ക് അപ്പുറത്ത് ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ സർക്കാരിനോ CPM-നോ അവ്യക്തതയൊന്നുമില്ലല്ലോ. അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങൾക്ക് സർക്കാരിനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് പറയാം. അതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ഇയറിൽ ഒരു വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള അയ്യപ്പ മഹാസംഗമം നടത്തുമ്പോൾ അതിന് രാഷ്ട്രീയ വിവക്ഷകൾ ഉണ്ടാവും. ഇപ്പോ നിങ്ങൾക്ക് 5 കൊല്ലം മുമ്പ് വേണ്ടാതിരുന്ന അയ്യപ്പനെ വേണം തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ എന്നുള്ളത് കൊണ്ടാണെന്ന് ആക്ഷേപം വരും. ആ ആക്ഷേപം നിങ്ങൾ മുമ്പിൽ കാണുമല്ലോ സ്വാഭാവികമായിട്ടും. അല്ല അഭിലാഷേ, CPM-ഉം കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യവാദികളും അയ്യപ്പനും ശബരിമല ക്ഷേത്രവും ഒക്കെ കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെ വളരെ പുരാതനവും മിത്തിക്കലുമായ പ്രതീകമായിട്ടാണ് കണ്ടത്. അവിടെ ബാബറുണ്ട്, അയ്യപ്പനുമുണ്ട്. വിവാദങ്ങൾ ഉണ്ടാക്കി എല്ലാ കാലത്തും ശബരിമലയെ സംഘർഷഭരിതമാക്കാൻ ശ്രമിച്ചവരാണ് ഈ രാജ്യത്തെ ഹിന്ദുത്വ ശക്തികൾ. കേരളത്തിലെ RSSകാർ, ഹിന്ദു ഐക്യവേദിക്കാർ, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കോൺഗ്രസ്സുകാർ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഈ BJP-ക്കാരോട് ചേർന്നുകൊണ്ട് എന്താണ് സുവർണാവസരമാക്കാൻ നോക്കിയാണ്. ആ സുവർണാവസരക്കാരെയൊന്നും കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ, വിശ്വാസികൾ ഒരർത്ഥത്തിലും എന്താണ് പരിഗണിക്കാൻ പോകുന്നില്ല. അവർക്കറിയാം ശബരിമലയിൽ ഇന്നുണ്ടായ മാറ്റങ്ങൾ അത് സാമൂഹ്യ നീതിയുടെ തത്വങ്ങളനുസരിച്ച് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ ദേവസ്വം കമ്മീഷണർ നിങ്ങൾ അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയാണ് ഇത്രയും നേരം ചെയ്ത്. എന്താണിത്? അനിൽ പോസ്റ്റിനെ ചോദ്യം ചോദിക്കാനുള്ള വേദിയാണോ ഈ എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള വേദിയാണ്. കേരളത്തിലെ പൊതുസമൂഹം അറിയണ്ടേ? എന്നെ സംസാരിക്കാൻ കുഞ്ഞിക്കണ്ണനാണോ ദേവസ്വം ബോർഡിന്റെ കാര്യം പറയാനുള്ള ഈ ചർച്ചയുടെ ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ പറയാനുള്ള കുത്തകപ്പാട്ടം ദേവസ്വം കമ്മീഷൻ കിട്ടിയാൽ ഒരു ചർച്ചയിൽ കിട്ടിയാൽ ഞങ്ങൾ അങ്ങനെ മാന്യനാവണ്ട. എന്താ കാര്യം ഞാൻ ദേവസ്വം കമ്മീഷനോടാണ് ചോദിക്കുന്നത്. ഞാൻ അയ്യപ്പ ഭക്തനാണ്. ഒരു ഭക്തൻ ഒരു പാർട്ടിയെ ദേവസ്വം മന്ത്രിയെ കിട്ടിയാൽ ഞങ്ങൾ ചോദിക്കുന്നേ. ശരി, കുഞ്ഞിക്കണ്ണന്റെ അവസരം അദ്ദേഹം സംസാരിക്കും. ഷാനിൽ ബോസിന് ഞാൻ വീണ്ടും അവസരം തരാം. അടുത്ത അവസരം തരാലോ. നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞും അതിന് വ്യക്തത വരുത്തിയും പോവുകയല്ലേ. അതൊരു നല്ല മാതൃകയല്ലേ? വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊരു അവസരമാണ്. കേൾക്കുന്ന ആളുകൾക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് സംസാരിച്ചാൽ ആരും ഒന്നും കേൾക്കില്ല. ശരി, ഷാനിൽ ബോസ് ശാന്തനായിരിക്കും. കുഞ്ഞിക്കണ്ണൻ പറയും. ഞാൻ ആരുടെ മൈക്ക് മ്യൂട്ട് ചെയ്യാറില്ല, അങ്ങനെ ചെയ്യരുത്. ഷാനിൽ ബോസ് ശാന്തനായിരിക്കും. കെ ടി കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ പറയൂ, അതിനുശേഷം ഞാൻ മറുപടി പറയാൻ അവസരം തരാം. പറയൂ. ഈ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളുടെ പ്രശ്നം അവിടുത്തെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അവർക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യം ഉണ്ടാക്കണം. സമാശ്വാസകരമായിരിക്കണം. അത് കഠിനമാകാൻ പാടില്ല. അത് സമാശ്വാസകരമായിരിക്കണം. അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യവും ഉറപ്പുവരുത്തണം. ഈ ഗവൺമെൻറ് വളരെയേറെ മുൻകൈ എടുത്തുകൊണ്ട് ശബരിമലയിൽ എന്തെല്ലാം സൗകര്യം ഉണ്ടാക്കി. ആ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ. ഈ അനിൽ ബോസ് എല്ലാ മാസവും അവിടെ പോകുന്നുണ്ടെന്നൊക്കെ ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസികളുടെ ഒരു പ്രതിനിധിയാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള വൃഥാശ്രമമൊന്നും നടത്തണ്ട. ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ശബരിമല പോകുന്നുണ്ട്. എന്തായിരുന്നു പഴയ ശബരിമല, ഇപ്പോഴത്തെ ശബരിമല എന്താണ്, അവിടുത്തെ സൗകര്യങ്ങൾ എന്താണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അവിടുത്തെ നടപ്പാത എന്താണ്, ഇടത്താവളങ്ങൾ എന്താണ്, എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം. വലിയ മാറ്റങ്ങൾ ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശബരിമലയിൽ വർദ്ധിച്ചു വരുന്ന ഭക്തരുടെ എണ്ണം നോക്കുമ്പോൾ അതൊരു ആഗോള തീർത്ഥാടന കേന്ദ്രമാണ്. കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ആ തീർത്ഥാടന കേന്ദ്രത്തെ ഉചിതമായ രീതിയിൽ വികസിപ്പിക്കണം. അതിനുവേണ്ടി ഈ ദക്ഷിണേന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുകയാണ്. ആ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഭക്തരെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികളടക്കം വിശ്വാസികളടക്കം പങ്കെടുക്കുന്ന ഒരു മഹാസംഗമമാണിത്. ആ സംഗമത്തെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആ സംഗമം ശബരിമല ഭക്തർക്ക് സൗകര്യം ഉണ്ടാക്കാനുള്ളത് മാത്രമാണ്. അത്ര അജണ്ട മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കതിന്റെ രാഷ്ട്രീയം കാണാം, നിങ്ങൾക്കതിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇടപെടലാണെന്ന് പറയാം. നിങ്ങളത് പറഞ്ഞോ. പക്ഷേ അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ സൗകര്യം ഉണ്ടായി കൊടുക്കണം. ഇത് ഹാജികൾക്ക് സൗകര്യം ഉണ്ടായി കൊടുക്കണം.
ഹജ്ജ് ഹാജികൾക്ക് വേണ്ടി ഹജ്ജ് ഹൗസ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ സൗകര്യം ഉണ്ടാക്കുന്നത്, അവർക്ക് യാത്രക്ക് ആവശ്യമായ പ്രത്യേക വിമാനവും ആ വിമാനത്തിലേക്ക് അവർക്ക് എത്തിപ്പെടാനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വിശ്വാസികളുടെ കയ്യിലെടുക്കലാവുന്നത്? വിശ്വാസികൾക്ക് ആവശ്യമായ സൗകര്യം ഉണ്ടാക്കുക എന്നത് ഭരണഘടനാപരമായ ബാധ്യതയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഗവൺമെന്റിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ്. ഇവിടെ എൻ്റെ RSSന്റെ സുഹൃത്ത് BJPയുടെ പ്രതിനിധി പറയുന്നത് കേട്ടു ഇവർക്ക് എന്ത് വിശ്വാസമാണെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിശ്വാസികളുടെ ആരാധനാലയങ്ങൾ തകർക്കുന്ന ഘട്ടത്തിൽ ആ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ മതനിരപേക്ഷവാദികളായ രാഷ്ട്രീയ പാർട്ടികളാണ് രംഗത്ത് വന്നത്. കോൺഗ്രസ്സുകാർ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ്. BJPക്ക് മൗനസമ്മതം കൊടുത്തവരാണ്. നരസിംഹറാവു എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പൊ ഞങ്ങളെ ആരും വിശ്വാസികളെ നിങ്ങൾ അങ്ങനെ നോക്കണ്ട. നിങ്ങൾ വിശ്വാസികളാണോ? KT കുഞ്ഞിക്കണ്ണൻ വിശ്വാസിയാണോ? പിണറായി വിജയൻ വിശ്വാസിയാണോ എന്നൊന്നും ഇത്തരം ചർച്ചയിൽ ഉന്നയിക്കണ്ട. ഞങ്ങൾ വിശ്വാസികളാണോ എന്ന് അല്ലയോ എന്നുള്ളതല്ല. വിശ്വാസം സംരക്ഷിക്കാൻ, വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ, അത് ആദരിക്കാൻ, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഭരണഘടന നൽകുന്ന അവകാശത്തോടൊപ്പമാണ് ഞങ്ങൾ. ആ അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഞങ്ങൾ കേരളം ഭരിക്കുമ്പോൾ ശബരിമല പോലെ ഒരു ആഗോള പ്രധാനമായ തീർത്ഥാടന കേന്ദ്രത്തെ അതിന്റെ അത്യുന്നതയിലെത്തിക്കും. അതിനാവശ്യമായിട്ടുള്ള നടപടികളുടെ ഭാഗമെന്ന നിലക്കാണ് ഈ അയ്യപ്പ സംഗമത്തെ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. അതിൽ അസൂയപ്പെട്ടിട്ടോ അത് പരിഭ്രാന്തമായിട്ടും ഒരു കാര്യവുമില്ല. അതൊക്കെ അവിടെ വെച്ചേക്ക്.